നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി GCC രാജ്യങ്ങളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയും ഇതുതന്നെയാണ്. ഒപ്പം നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ പ്രധാനമന്ത്രിയുടെ ഉത്തരാഖണ്ഡ് യാത്ര ഉടനെ ഉണ്ടാകും. ഒപ്പം ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മത്സരം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയൊക്കെ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. വാർത്തകളിലേക്കും വിശദാംശങ്ങളിലേക്കും വരാം. ആദ്യം തലക്കെട്ടുകൾ. ഖത്തറിന് പിന്നാലെ യമനിലേക്കും ആക്രമണം നടത്തി ഇസ്രായേൽ. സനായിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ 35 മരണം. ഇസ്രായേൽ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയെന്ന് നെതന്യാഹു. ഖത്തർ ആക്രമണത്തിൽ GCC രാഷ്ട്രങ്ങൾക്ക് അമർഷം. നെതന്യാഹുവിനെ അതൃപ്തി അറിയിച്ച് ട്രംപ്. ഒറ്റപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും മാധ്യമപ്രവർത്തകനുമായ ചാർലി കർക്ക് വെടിയേറ്റു മരിച്ചു. ആക്രമണം യൂട്ടാ വാലി ക്യാമ്പസിൽ പരിപാടിയിൽ പങ്കെടുക്കവേ. കൊല്ലപ്പെട്ടത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകൻ. പ്രിയപ്പെട്ട വ്യക്തിയെ നഷ്ടപ്പെട്ടുവെന്ന് ട്രംപ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ദേവസ്വം ബോർഡ്. പാളികളുടെ അറ്റകുറ്റപ്പണി ചെന്നൈയിൽ തുടങ്ങിയെന്നും തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ബോർഡിന് കഴിയില്ലെന്നും ദേവസ്വം ബോർഡിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിക്കും. ഹർജി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക്. പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. സർക്കാരോ പട്ടികവർഗ ക്ഷേമ വകുപ്പോ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. വയനാട്ടിലുൾപ്പെടെ കമ്മീഷൻ വ്യവസ്ഥയിൽ പണം ലഭിക്കാൻ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറി കുരുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികളടക്കം 500ഓളം യുവാക്കൾ. മ്യൂൾ അക്കൗണ്ട് എന്നറിയപ്പെടുന്ന തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് സൈബർ പോലീസിന്റെ അറസ്റ്റ് ഭീഷണി നേരിടുന്നത് നിരവധി യുവാക്കൾ. ഏഷ്യാ കപ്പിൽ ഞായറാഴ്ചത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമ വിദ്യാർത്ഥികളുടെ പൊതുതാൽപര്യ ഹർജി. പെഹൽഗാം ആക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനുമായുള്ള മത്സരം സൈന്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമെന്നും പൊതുജനങ്ങൾക്ക് ദേശവിരുദ്ധ സന്ദേശം നൽകുമെന്നും ഹർജിക്കാർ. തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി അറിയിച്ചതായാണ് റിപ്പോർട്ട്. ആക്രമണം ബുദ്ധിപരമായിരുന്നില്ല എന്നാണ് ട്രംപിന്റെ വിമർശനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ടെലിഫോണിലൂടെയാണ് ട്രംപ് അതൃപ്തി അറിയിച്ചത്. ആക്രമണം നേരത്തെ അറിയിച്ചില്ലെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനുള്ള സമയം ലഭിച്ചില്ല എന്ന് നെതന്യാഹു പ്രതികരിച്ചു. അതിനിടെ ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 35ആയി. അതേസമയം ഹമാസിന് ഖത്തർ ഓഫീസ് നൽകിയെന്ന ഇസ്രായേൽ പരാമർശത്തിൽ രൂക്ഷ വിമർശനമാണ് ഖത്തർ അമീർ ഉന്നയിച്ചത്. ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിന് വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൗദി കിരീടാവകാശി ഇന്ന് ഖത്തർ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഖത്തറിന് പിന്നാലെ യമനിലും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി. സനായിലെ ഹൂത്തി കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. 35 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. റമോൺ വിമാനത്താവളം ഹൂത്തി ആക്രമിച്ചതിന്റെ പ്രതികരണമാണ് ഇസ്രായേൽ തിരിച്ചടിയെന്ന് നെതന്യാഹുവും പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ ചാർലി കർക്ക് വെടിയേറ്റു മരിച്ചു. 31 വയസ്സായിരുന്നു. യൂട്ടാ വാലി സർവകലാശാലയിൽ നടന്ന ചടങ്ങിനിടെയായിരുന്നു സംഭവം. ഡൊണാൾഡ് ട്രംപാണ് മരണവാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. ഏറെ പ്രിയപ്പെട്ട വ്യക്തിയെ നഷ്ടപ്പെട്ടുവെന്ന് ട്രംപ് പ്രതികരിച്ചു. യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USA CEOയും സഹസ്ഥാപകനും കൂടിയാണ് ചാർലി. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമിക്കായി തെരച്ചിൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ചാർലി. ഇന്ത്യക്കെതിരെയും H-1B വിസക്കെതിരെയും കടുത്ത നിലപാട് പ്രചരിപ്പിച്ചിരുന്നു. ഏറെ പ്രചാരമുള്ള പോഡ്കാസ്റ്റുകളുടെ അവതാരകനുമാണ്. വെടിയേൽക്കുന്നതിന് തൊട്ടുമുമ്പ് US ട്രാൻസ്ജെൻഡർ കൂട്ടവെടിവയ്പ്പുകളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് കിർക്ക് മറുപടി നൽകിയിരുന്നു. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ആക്രമി വെടിവെച്ചത്. ചാർലിയുടെ കഴുത്തിനാണ് വെടിയേറ്റത്. 16-ാം തീയതി വരെ സർക്കാർ സ്ഥാപനങ്ങളിലും കോൺസുലേറ്റുകളിലും പതാക പകുതി താഴ്ത്തിക്കെട്ടാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്.
രാജ്യത്തെ പ്രധാന ഒരു വാർത്തയിലേക്കാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി നൽകിയ റഫറൻസിൽ വാദം തുടരുകയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് റഫറൻസ് പരിഗണിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് പ്രധാനമായും ഇന്ന് നടക്കുക. ബില്ലുകൾ ഗവർണർമാർ അനിശ്ചിതകാലമായി പിടിച്ചുവെക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ വാദം തെറ്റാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ചോദിച്ചിരുന്നു. അതേസമയം ഭരണഘടനയ്ക്കും സർക്കാരിനുമിടയിലുള്ള പാലമാണ് ഗവർണർ എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. വാർത്തയുടെ വിശദാംശങ്ങൾ KK പ്രശാന്ത് നൽകും. പ്രശാന്ത്, ഈ അനിശ്ചിതകാലമായി പിടിച്ചുവെക്കാനുള്ള ഒരു അധികാരം ഇല്ല ഗവർണർക്ക് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരുകൾ ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെയും ഒക്കെ ആവശ്യം അത് തന്നെയാണ്. പക്ഷേ എങ്ങനെയായിരിക്കും സുപ്രീം കോടതി ഇതിലൊരു മറുപടി പറയുക? ചില പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഈ വാദത്തിനിടെ സുപ്രീം കോടതി പറഞ്ഞിരുന്നല്ലോ. അഖില, ഭരണഘടനയുടെ അനുച്ഛേദം 200ഉം 201ഉം പ്രകാരമാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കും പ്രത്യേക വിവേചനാധികാരം ബില്ലുകളുടെ കാര്യത്തിൽ നൽകുന്നത്. അതിൽ തന്നെ ഗവർണർക്ക് 200ആം അനുച്ഛേദ പ്രകാരം ആ ബില്ല് തടഞ്ഞു വെക്കാനും അതിന്റെ വിശദീകരണം സർക്കാരിനോട് ചോദിക്കാനും ഒക്കെ പറ്റും, തിരിച്ചയക്കാനും പറ്റും. അതല്ലാതെ അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് കൈമാറുകയാണ്. അപ്പോൾ കേരളത്തിന്റെ വാദത്തിനിടയിലാണ് ഇത്തരമൊരു പരാമർശം ഉണ്ടാകുന്നത്. കേരളം പറഞ്ഞു, കഴിഞ്ഞ കുറെ കാലങ്ങളായി പല സംസ്ഥാനങ്ങളിലും, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ബില്ലുകൾ അനിശ്ചിതകാലമായി പിടിച്ചുവെക്കുന്നു, വർഷങ്ങളോളം പിടിച്ചുവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ള വാദം ഉയർത്തി. ഈ സമയത്താണ് അറ്റോർണി ജനറലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടാകുന്നത്. അതായത് അത്തരമൊരു വാദം തെറ്റാണ് എന്ന തരത്തിലാണ്. ഈ സമയത്താണ് ചീഫ് ജസ്റ്റിസ് BR ഗവായി തന്നെ പറഞ്ഞത് അതെങ്ങനെയാണ് തെറ്റായ ഒരു വാദമാണെന്ന് പറയാൻ കഴിയുക എന്നുള്ളത് ചോദിച്ചു. കാരണം മുൻ അനുഭവങ്ങളൊക്കെ അങ്ങനെയല്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രധാനമായും കോടതി ഉയർത്തിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദത്തിൽ തന്നെ ഇതിനൊരു സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നൊരു വാക്കാൽ പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം ആ വിവേചനാധികാരം നിലനിർത്തി പോകേണ്ടത് ആവശ്യമാണോ എന്നൊരു ചോദ്യം കൂടി സുപ്രീം കോടതി ഉന്നയിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 അംഗ ബെഞ്ച് ഇതിനൊരു സമയപരിധി നിശ്ചയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രപതി റഫറൻസിലൂടെ ചോദിക്കുന്നത്. അതിന് നിയമസാധ്യത എന്താണ്? ഭരണഘടനാപരമായ അധികാരങ്ങൾക്കിടയിലേക്ക് കടക്കാൻ നിയമവ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് സുപ്രീം കോടതിക്കായാലും ജുഡീഷ്യൽ സംവിധാനത്തിന് അധികാരമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സുപ്രീം കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. കേന്ദ്രത്തിന്റെ വാദം തന്നെയാണ് ഇന്നും തുടരുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനൊരു സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ വളരെ തിടുക്കപ്പെട്ട പല ബില്ലുകളിലും തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ബില്ലുകൾ മേൽ എന്താണ് അതിന്റെ താല്പര്യമെന്ന് പരിശോധിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വാദം. രാഷ്ട്രപതി ഭവനും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ സമയപരിധി ഒഴിവാക്കി കിട്ടണം. മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു പല താല്പര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പരിശോധിച്ചാണ് ഒരു ബില്ലിൽ ഗവർണർ ആണെങ്കിലും രാഷ്ട്രപതിയാണെങ്കിലും തീരുമാനമെടുക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇതിനൊരു സമയപരിധി നിശ്ചയിച്ചാൽ സർക്കാർ മറ്റ് നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേ വാദം തന്നെയാണ് കേരളവും ഉന്നയിക്കുന്നത്. ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പല ബില്ലുകളിലും അത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. പ്രധാനമായും കേരളവും തമിഴ്നാടാണ് കൂടുതലും ശക്തമായി ഈ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാടിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെ 2 അംഗ ബെഞ്ച് ഇത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഈ വാദം ഇന്നും തുടരുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സമയപരിധി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മറ്റൊരു ബദൽ സംവിധാനം വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ അടക്കം വാദം. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം വെച്ചാൽ അത് ഭരണഘടനാ ലംഘനമാണ്. ഇനി അങ്ങനെ ഒരു നിർദ്ദേശം സമയപരിധി നിശ്ചയിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ നൽകിയിട്ടുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങളെല്ലാം തന്നെ പരിഷ്കരിച്ച് ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വാദം. അഖില, പ്രശാന്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പ്രളയം വലിയ നാശമാണ് ഉത്തരാഖണ്ഡിൽ വിതച്ചത്. ആ പ്രളയനാശത്തിൽ പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡ് സന്ദർശിക്കാനിരിക്കുകയാണ്. ആകാശ നിരീക്ഷണമൊക്കെ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. അഖില, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയ്ക്ക് കുറവുണ്ട്. പ്രളയ ബാധിത മേഖലകൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഉത്തരാഖണ്ഡിൽ 85 പേരാണ് ഈ ഏപ്രിൽ മുതൽ ഈ സമയം വരെയുള്ള ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. അതോടൊപ്പം തന്നെ 98 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 125 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ 3700 കോടി രൂപയുടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. കേന്ദ്ര സംഘങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാനം സന്ദർശിച്ചിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ആർ പ്രസന്നയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, അത് മന്ത്രിതല സംഘം കൂടിയായിരുന്നു. ആ സംഘമാണ് സ്ഥലം സന്ദർശിച്ച് സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്
പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടുകൂടി സംസ്ഥാനത്ത് നിന്ന് രാവിലെ ഉത്തർപ്രദേശിലാണ് പ്രധാനമന്ത്രി എത്തുക. അതിനുശേഷം അവിടുത്തെ പരിപാടികൾക്ക് ശേഷം ഉത്തർപ്രദേശിലും സമാനമായ രീതിയിൽ തന്നെ പ്രളയക്കെടുതിയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ വിലയിരുത്തി അതിന്റെ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷമാണ് ഉത്തരാഖണ്ഡിലേക്ക് എത്തുക. ആകാശ നിരീക്ഷണം നടത്തും. അതിനുശേഷം സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ധനസഹായം പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പഞ്ചാബിലടക്കം പ്രധാനമന്ത്രി ഹിമാചലിലും എത്തിയിരുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും 1500 1600 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ആ സമാനമായ രീതിയിൽ തന്നെ താൽക്കാലികമായി 1900 കോടി രൂപയുടെ ധനസഹായമെങ്കിലും വേണമെന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കാരണം റോഡുകൾ തകർന്നിട്ടുണ്ട്, സ്കൂളുകൾക്കെല്ലാം തന്നെ കേടുപാടുകളുണ്ട്. 5000-ഓളം ആളുകൾ, അതിൽ കുടുംബങ്ങളായാലും അവർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലധികം നാശനഷ്ടങ്ങൾ, 5000-ഓളം ആളുകളെ നേരിട്ട് പ്രളയം ബാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക സഹായം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ധനസഹായത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും തീരുമാനമെടുക്കുക. അഖില. ശരി പ്രശാന്ത്, രണ്ട് വാർത്തയുടെ വിശദാംശങ്ങളാണ് നൽകിയത്. ആദ്യം ഈ രാഷ്ട്രപതിയുടെ റെഫറൻസിന്മേലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ കേസ് പരിഗണിക്കുന്ന കാര്യം ഇന്ന് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വാദം ഇന്ന് പ്രധാനമായി നടക്കും. ഒപ്പം പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡ് സന്ദർശിക്കുകയാണ്. കേന്ദ്ര സഹായമൊക്കെ ഉത്തരാഖണ്ഡിന് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ പ്രസാദാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിന്റെ തിരോധാന കേസിൽ അന്വേഷണ സംഘത്തിന് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. വിജിലിൻ്റേതെന്ന് കരുതുന്ന ഷൂ സരോവരത്തെ ചതുപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഷൂ പ്രതികൾ തിരിച്ചറിഞ്ഞതായാണ് പോലീസ് അറിയിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്നും തുടരുന്നത്. എം രാഗേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാഗേഷ്, ഷൂ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇനി മറ്റ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കസ്റ്റഡി കാലാവധി കഴിയാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. എങ്ങനെയാണ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്? വിവരങ്ങൾ. അഖില പറഞ്ഞ പോലെ തന്നെ വളരെ നിർണായകമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. കാര്യം 5 ദിവസങ്ങളിലായി തുടരുന്ന തിരച്ചിലാണ്. ഇന്നത്തെ തിരച്ചിലോടുകൂടി മൃതദേഹത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇടത് കാലിൽ ധരിച്ചിരുന്ന ഷൂ ആണ് ഏകദേശം 6 മീറ്റർ താഴ്ചയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. വലിയ മോട്ടോറുകളും ഒപ്പം തന്നെ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ഒപ്പം തന്നെ കെഡാവർ നായകൾ, കൂടാതെ അന്വേഷണ സംഘത്തെ സഹായിക്കാനുള്ള തിരച്ചിലുള്ള ആളുകൾ, ഇവരെല്ലാം ചേർന്ന് അഹോരാത്രം ജോലി ചെയ്താണ് ഈ ചതുപ്പിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ഷൂവെങ്കിലും കണ്ടെത്താനായത്. കാരണം ഈ ചതുപ്പിൽ ഇതിനു മുൻപ് ഒരു സമ്മേളനം നടന്ന വേദിക്ക് വേണ്ടിയുള്ള പാലം നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുന്നുകൂടി ചതുപ്പിൽ ചളിയിൽ വളരെയധികം ആഴത്തിൽ പോയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. 2019 മാർച്ചിലാണ് വിജിലിനെ കാണാതാകുന്നത്. ആ മാർച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം അധികം വെള്ളമില്ലാത്ത ഒരു സമയമായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് നിരവധി 6 വർഷത്തോളമായി ആ ചതുപ്പിൽ അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഈ പ്രതികൾ നൽകിയ മൊഴികൾ അനുസരിച്ച് വെട്ടുകല്ലുകൾ ഉൾപ്പെടെ നിരത്തിയാണ്, അതായത് പഴയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളായ വെട്ടുകല്ലുകൾ ഉണ്ടായിരുന്നു, ഇതുൾപ്പെടെ നിരത്തിയാണ് വിജിലിനെ ഇത്തരത്തിൽ ചതുപ്പിൽ താഴ്ത്തിയത് എന്നാണ് മൊഴികൾ നൽകിയിട്ടുള്ളത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കല്ലുകൾ ഉൾപ്പെടെ മാറ്റിയുള്ള നിർണായകമായ പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക. ഈ പരിശോധനയ്ക്കൊടുവിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അഖില. രാകേഷ്, ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വേണം. യുവാവിൻ്റെ മൃതദേഹം ഇന്ന് ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാസം 6-ന് മരിച്ച 40-കാരനായ കോടനാട് ബീച്ച് സ്വദേശി അസീമിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണല്ലോ RDO ഉത്തരവിട്ടത്. എന്താണ് ഇത്തരത്തിലൊരു അങ്ങനെ ഒരു ഉത്തരവ് വരാനുണ്ടായ ഒരു സാഹചര്യം? ഇത് കൊലപാതകമാണെന്നുള്ളൊരു സംശയത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. തീർച്ചയായും കോനാട് സ്വദേശി അസീമിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളാണ് ആദ്യം പരാതി ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 6-നാണ് കോനാട് സ്വദേശി അസീം മരണപ്പെടുന്നത്. 5-ാം തീയതി അർദ്ധരാത്രിയാണ് അസീം വീട്ടിലെത്തുന്നത്. ഈ അസീം വീട്ടിലെത്തുന്ന സമയത്ത് സംശയാസ്പദമായ തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മുഖത്തും വലതു കൈയിലുമെല്ലാം പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പരാതിയായി പറയുന്നത്. ഒപ്പം തന്നെ കണ്ണ് തുറക്കാതെ സംസാരിക്കാത്ത അവസ്ഥയിലായിരുന്നു, മദ്യപിച്ച് ബോധം കെട്ട ഒരവസ്ഥയിലായിരുന്നു. അസീം എന്തെങ്കിലും മർദ്ദനമേറ്റോ എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത്. ഈ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് RDO ഖബർ തുറന്നുകൊണ്ട് പരിശോധന നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഏകദേശം 9 മണിയോടുകൂടി ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിനകത്ത് വല്ല അസ്വാഭാവികതയും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരികയുള്ളൂ.
ശരി, എം രാഗേഷാണ് കോഴിക്കോട് നിന്നുള്ള 2 വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒപ്പം തന്നെ വെസ്റ്റ് ഹിൽ സ്വദേശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഖബർ തുറന്നെന്ന് പുറത്തെടുക്കുകയാണ്. വിശദാംശങ്ങൾ എം രാഗേഷ് കോഴിക്കോട് നിന്ന് നൽകി. CPIയുടെ സംസ്ഥാന സമ്മേളനം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഇന്ന് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് നൽകും. അജയ്, CPIയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ഒപ്പം ഇന്ന് രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ, നേരത്തെ തന്നെ അത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള ചില അതൃപ്തിയെങ്കിലും ഈ സമ്മേളനത്തിൽ ഉയർന്നു വരുമെന്ന് അറിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ചില ചർച്ചകളൊക്കെ ഉണ്ടായത്. ഇന്നും അത് തുടരാനുള്ള ഒരു സാധ്യതയല്ലേ ഉള്ളത്? വിശദാംശങ്ങൾ. അഖില, ഇന്നലെ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായത്. അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രവർത്തന റിപ്പോർട്ടിൽ, കരട് രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നെങ്കിൽ പ്രവർത്തന റിപ്പോർട്ടിൽ അത് മയപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം പൊതുചർച്ച നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്നലെ പ്രധാനമായും സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന വിമർശനം മദ്യനയത്തിലുണ്ടായിരുന്ന സർക്കാരിൻ്റെ നയം തെറ്റാണ് എന്ന രീതിയിലുള്ള വിമർശനമായിരുന്നു ഏറ്റവും പ്രധാനമായും ഉണ്ടായിരുന്നത്. അതായത് വൻകിട കുത്തകളെ, വിദേശ മദ്യ കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആ നിലപാട് തുടർന്നാൽ അടിസ്ഥാനപരമായി ചെത്തുതൊഴിലെടുത്ത് ചെയ്ത് ജീവിക്കുന്ന പരമ്പരാഗത വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ അടിസ്ഥാന വിഭാഗങ്ങളെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിമർശനമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പോലീസ് സേനയ്ക്കെതിരെയും വിമർശനമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ അത് മയപ്പെടുത്തുന്ന സമീപനമാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്തായാലും അത് പ്രതിനിധികൾ ചർച്ചയ്ക്ക് എടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രതിനിധികൾ എന്താണെങ്കിലും ഒരു ചർച്ചയുടെ ഭാഗമായി ഇത്തരം വിഷയങ്ങൾ സൂചിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിക്കെതിരെയും വിമർശനമുണ്ടായിരുന്നു. അതായത് കാർഷിക മേഖലയിൽ കർഷകർക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല. ഈ നെല്ലിൻ്റെ താങ്ങുവില ഉൾപ്പെടെ നൽകുന്നതിൽ പോരായ്മ ഉണ്ടായിരുന്നു. നെല്ല് സംഭരിച്ചതിൻ്റെ വില ഉൾപ്പെടെ നൽകുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാർഷിക മേഖല തന്നെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിമർശനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ അത് മയപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതിൽ മറ്റൊരു പ്രധാന കാര്യം, തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ മുന്നണിയെ, വിശേഷിച്ച് സർക്കാരിനെ അത്തരത്തിലേക്ക് വലിയ പ്രതിഷേധത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ റിപ്പോർട്ട് മാറേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും പൊതു ചർച്ചയ്ക്കിടയിൽ പ്രവർത്തകർ ഇതെല്ലാം തന്നെ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സർക്കാരിനെതിരെ വലിയ വിമർശനം, വലിയ പ്രതിഷേധം പ്രവർത്തകരുടെയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംസ്ഥാന സമ്മേളനത്തിനനുബന്ധിച്ച് ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ജില്ലാ സമ്മേളന ചർച്ചകളിലെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചും ചെറുതല്ലാത്ത വിഷയങ്ങൾ ആ സമ്മേളനങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് പൊതുചർച്ച നടക്കാനിരിക്കെ അതെല്ലാം വീണ്ടും പൊതുചർച്ചയിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ഉണ്ടാകും എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അഖില, ശരി, അജയ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം, പക്ഷേ അത് മയപ്പെടുത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഡി രാജ ഓർമ്മിപ്പിച്ചതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ ഇതിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കും നീങ്ങുക. അജയ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കുറേ സാധാരണക്കാരുടെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണ്. പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി കുടുംബങ്ങൾ. സർക്കാരോ പട്ടികവർഗ ക്ഷേമ വകുപ്പോ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. 2002-2003 കാലഘട്ടത്തിലാണ് ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകി പുനരധിവസിപ്പിച്ചു. എന്നാൽ ഇതിനുശേഷം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നടപ്പാക്കുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. പണിതു നൽകിയ വീടുകളെല്ലാം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. കാട്ടാനയെ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ടതോടെ നിരവധി കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ചുപോയി. കാട്ടാന പ്രതിരോധത്തിനായി മുള്ളുവേലി പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. 2002 സിംഗകണ്ഠം 301 വെച്ച് സർക്കാർ ഞങ്ങൾക്ക് ഒരേക്കർ ഭൂമി പട്ടായം നൽകി. പക്ഷേ ഇവിടുത്തെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടുത്തെ കോളനിയിലകത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അറിഞ്ഞുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ അവർ നന്നായാൽ ഞങ്ങൾ നന്നായ പോലെ അവർ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല.
ഇവിടേക്ക് കുറച്ചു ഭാഗം റോഡ് കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും റോഡ് പോലും നിർമ്മിച്ചു നൽകാതെ അധികൃതർ തങ്ങളെ അവഗണിക്കുകയാണെന്ന ആരോപണമാണ് ആദിവാസി കുടുംബങ്ങൾ ഉന്നയിക്കുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. വയനാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. കമ്മീഷൻ വ്യവസ്ഥയിൽ പണം ലഭിക്കാൻ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറി കുരുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കൾ. വയനാട്ടിൽ 500ഓളം പേർ മ്യൂൾ അക്കൗണ്ട് എന്നറിയപ്പെടുന്ന തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടതിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. നിരവധി യുവാക്കളാണ് ഇതര സംസ്ഥാനത്തെ സൈബർ പോലീസിന്റെ അറസ്റ്റ് ഭീഷണി നേരിടുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വില കൊടുത്തു വാങ്ങാൻ വയനാട്ടിൽ ഇടനിലക്കാർ സജീവമാണ്. അക്കൗണ്ട് നമ്പറും സിമ്മും ATM കാർഡും നൽകിക്കഴിഞ്ഞാൽ സൈബർ തട്ടിപ്പുകാർ അക്കൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. വാടകയ്ക്ക് കൊടുക്കുന്ന അക്കൗണ്ട് ഉടമയ്ക്ക് 10,000 രൂപ വരെ കമ്മീഷനായി ലഭിക്കും. ഇതിലൂടെ സൈബർ തട്ടിപ്പുകാർ നടത്തിയ ലക്ഷങ്ങളുടെ ഇടപാടുകളും കേസുകളും ഒടുവിൽ അക്കൗണ്ട് ഉടമകളുടെ തലയിലാകും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നാഗാലാൻഡ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത കമ്പളക്കാട് സ്വദേശി ഇസ്മായിൽ ഒരു ഉദാഹരണം മാത്രം. വിവിധ ജില്ലകളിലായി 500ഓളം അക്കൗണ്ടുകൾ വിലയ്ക്ക് വാങ്ങിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. നമ്മൾ ആദ്യമൊന്നും അറിയുന്നൊന്നുമില്ല. 13,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇതുപോലെ ചെയ്യുന്നത്. ഇവിടെ തന്നെ കുറേ നിരവധി പിള്ളേർ ഇതേപോലെ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതിൽ പരമാവധി ശ്രമിക്കാതിരിക്കുക. നമുക്ക് ആദ്യം ഇവർ 13,000 തരും, എന്നിട്ട് നമ്മളോട് നമ്മളെ ബാങ്കിൻ്റെ പാസ്ബുക്കും OTPയും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതോടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പിടുത്തം വിട്ടുപോകും. പിന്നീട് ഇതേപോലെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വല്ല പോലീസുകാരും കാര്യങ്ങളും വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിയുള്ളൂ. ഇതര സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന സൈബർ കേസുകളിൽ നിന്ന് പുറത്തു കടക്കുന്നതും ദുഷ്കരമാണ്. യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളുമാണ് പെട്ടെന്നുള്ള പണസമ്പാദനത്തിന് ഈ മ്യൂൾ അക്കൗണ്ട് കുരുക്കിൽ ഇരകളാകുന്നത്. അക്കൗണ്ടുകൾ കൈമാറിയ യുവതികളും നിലവിൽ നിരീക്ഷണത്തിലാണ്. അമൃത ന്യൂസ്, വയനാട്. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇഴയുകയാണ്. അന്വേഷണം തുടങ്ങി 8 മാസമായിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്നും അന്വേഷണം മെല്ലെയാക്കി കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന് ജാമ്യം ലഭിക്കാൻ നിലവിലെ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള ആരോപണവും ഉയരുന്നുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് അതാത് ജില്ലാ ക്രൈംബ്രാഞ്ചുകൾക്ക് അന്വേഷണം കൈമാറിയിട്ട് 2 മാസമാകുമ്പോഴും കേസിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണം മെല്ലെയാക്കി മുഖ്യപ്രതി അനന്തകൃഷ്ണന് മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത്. അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അന്വേഷണ സംഘവും ബാങ്കും തയ്യാറാകാത്തതിന് പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ട്. 600 കോടി രൂപയുടെ ഇടപാടുകൾ ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയതായി ആദ്യം കേസ് അന്വേഷിച്ച മൂവാറ്റുപുഴയിലെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ പണത്തെക്കുറിച്ച് നിലവിലെ അന്വേഷണ സംഘം മൗനം പാലിക്കുകയാണ്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയതെന്ന് അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. അന്വേഷണം തുടങ്ങി 8 മാസം കഴിഞ്ഞിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം അപൂർവമാണെന്നും ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ദേവസ്വം ബോർഡ്. പാളികളുടെ അറ്റകുറ്റപ്പണി ചെന്നൈയിൽ തുടങ്ങിയെന്നും തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ ബോർഡിന് കഴിയില്ലെന്നും ബോർഡിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിക്കും. ഹർജി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള നീക്കങ്ങളുമുണ്ട്. കിരൺകുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കിരൺ, ഹൈക്കോടതി വളരെ കർശനമായിട്ടാണ് ഇത് തിരികെ എത്തിക്കണം എന്നുള്ള കാര്യം ബോർഡിനെ അറിയിച്ചത്. എന്നാൽ അത് കഴിയില്ല എന്ന് ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കാനിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. അഖില, ശബരിമല ശ്രീകോവിലിന് സമീപത്തെ ദ്വാരപാലകരുടെ ഈ സ്വർണം പൂശിയ പാളികൾ ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത് പുനഃപരിശോധനാ ഹർജി നൽകാനായിട്ട് തയ്യാറാകുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ ഇവിടെ നിന്നും ഇളക്കി മാറ്റുകയും പിന്നീട് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ഇതിനെതിരെ നേരത്തെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ ശബരിമലയിൽ സ്വർണ്ണപ്പണികൾ നടത്തണമെങ്കിൽ അത് കോടതിയുടെ നിർദ്ദേശം വേണം എന്ന കാര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇത് പാലിക്കാതെയാണ് ഈ ഒരു നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ഏതായാലും ഈ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണം എന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നത്. ഈ സ്വർണ്ണപ്പാളികളുടെ പണി
ഇപ്പോൾ ചെന്നൈയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തിരികെ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി സമർപ്പിക്കാൻ തയ്യാറാവുന്നത്. ശരി, കിരണാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ കണ്ണീരിലാഴ്ത്തിയ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം ചുറ്റുമതിൽ നിർമ്മാണത്തിലെ വീഴ്ച ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെ വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടുകയും സർക്കാരിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തെങ്കിലും നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ പൊളിച്ചിട്ട് 3.5 വർഷത്തിലേറെയായി. എന്നാൽ മതിൽ പൊളിച്ചു മാറ്റിയതിന്റെ 34 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി നൽകിയത്. പിന്നീട് 1.7 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് ആരോഗ്യവകുപ്പിന് കൈമാറി 1.5 വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല. 8ലധികം ഹോസ്റ്റലുകളിലായി 1000-ലധികം മെഡിക്കൽ വിദ്യാർത്ഥികൾ, 100 കണക്കിന് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, പത്തോളജി, അനാട്ടമി ഉൾപ്പെടെയുള്ള ലാബുകൾ, കോഡുകൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയുള്ള ക്യാമ്പസിൽ ആർക്കും എപ്പോഴും ഒരു പരിശോധനയും കൂടാതെ കടന്നു വരാമെന്ന അവസ്ഥയാണുള്ളത്. ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് സാമൂഹിക വിദ്യയുടെ ഒരു പ്രവേശന സ്ഥലമായി ഇത് മാറിയിരിക്കുകയാണ്. ഇവിടെ പത്തോളജി ലാബ് അടക്കമുള്ള 3 പ്രധാനപ്പെട്ട ലാബുകൾ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ മെറ്റീരിയൽ ഇവിടാണ് പരിശോധന കൊടുത്തിട്ട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 9ഓളം ഹോസ്റ്റലുകൾ ഈ കോളേജ് കോമ്പസിലുണ്ട്. പലപ്പോഴും രാത്രികാലങ്ങളിൽ അസ്വാഭാവികമായിട്ട് തന്നെ പലരും കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളുടെ ശരിക്കും നൈറ്റ് ഡ്യൂട്ടിയിൽ പോകേണ്ട ക്ലിനിക്കൽ ഡ്യൂട്ടിയുള്ള കുട്ടികൾക്ക് ഇതൊരു പേടി സ്വപ്നമായി മാറുകയാണ്. വനിതാ ഹോസ്റ്റലുകളിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PTA പ്രതിനിധികൾ, മന്ത്രിമാർ, MP, MLA മാർ, കളക്ടർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഫലം കാണാതെ വന്നതോടെ PTA സഹായത്തോടെ കോളേജിലെ 7 വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിയന്തരമായി സംസ്ഥാന സർക്കാർ 3 മാസത്തിനുള്ളിൽ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന് ഉത്തരവിട്ടെങ്കിലും നിർമ്മാണം മാത്രം ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇതോടെ ഭരണാനുമതി ലഭിച്ച് നിർമ്മാണം ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ഗതികേടിലാണ് വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളുണ്ട്, അതുകൂടി കാണാം. നമുക്ക് PWDയുടെയും അതോടൊപ്പം തന്നെ നിർമ്മിതിയുടെയും ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1.30 crores വരും. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മതിലാണല്ലോ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ DMEയിൽ അത് സബ്മിറ്റ് ചെയ്തു. ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും DMEയിൽ നിന്നും അത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിട്ടുണ്ട്. അത് ഉടൻ തന്നെ അത് ഫിനാൻസിലോട്ടും പോയി അതിൻ്റേതായിട്ടുള്ള ഭരണാനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പണി തുടങ്ങും. ഇപ്പം 25-ാം തീയതി ആ ഉത്തരവിൻ്റെ കാലാവധി കഴിയാണ്, 3 മാസം കഴിയാണ്. ഇതുവരെ അതിൻ്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. ഒന്നാമത്തത് ആ പുറത്തുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നല്ലോണം നടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോളേജിൽ കടന്നു വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മൊത്തം കോളേജ് മാറുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് തെരുവ് നായ്ക്കളും അങ്ങനത്തെ കാര്യങ്ങളും വളരെ അധികം സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ. 3 മാസം മുമ്പ് സർക്കാരിൻ്റെ വിധി വന്നായിരുന്നു എത്രയും വേഗം മതിലിൻ്റെ നിർമ്മാണം തുടങ്ങണമെന്ന്. പക്ഷെ അത് എവിടെ ഒരു ആക്ടിവിറ്റിയും സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പം എത്രയും വേഗം പെട്ടെന്ന് അടിയന്തരമായിട്ട് മതിൽ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് സ്പീഡപ്പ് ആക്കണം. പോലീസ് സാധാരണക്കാരുള്ള അതിക്രമത്തിൽ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ആദ്യത്തെ കേസാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ വ്യാജ മോഷണ കേസും അതുമായി ബന്ധപ്പെട്ട് ദളിത് സ്ത്രീ ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ച സംഭവവും. ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പരിഗണിക്കുകയാണ്. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത SI പ്രസാദ്, ഗ്രേഡ് SI പ്രസന്നൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. SHO ശിവകുമാർ, ബിന്ദുവിനെതിരെ കള്ളപ്പരാതി നൽകിയ ഓമന ഡാനിയൽ, പേരൂർക്കട സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് പോലീസുകാർ എന്നിവർക്കെതിരെ നടപടി വേണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന ശുപാർശ. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി, ബിന്ദുവിനുള്ള നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ച കമ്മീഷൻ തീരുമാനമെടുക്കും. ബിന്ദുവിന്റെ പരാതിയെ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥനെ കമ്മീഷൻ അന്വേഷണത്തിനായി നിയോഗിച്ചത്. തിരുവനന്തപുരത്തു നിന്നുള്ള മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ യുവാവിൻ്റെ കൈ മാൻഹോളിലെ ഗ്രില്ലിൽ കുടുങ്ങി. കരിപ്പൂർ സ്വദേശി ഷാജിയുടെ കൈയാണ് ഗ്രില്ലിൽ കുടുങ്ങിയത്. മാൻഹോളിൽ വീണ താക്കോൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. ഫയർഫോഴ്സ് എത്തി ഗ്രിൽ മുറിച്ചാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്.
നേപ്പാളിൽ ഇങ്ങനെ ജൻസി പ്രക്ഷോഭം തുടരുകയാണ്. അതിന് പിന്നാലെ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി, കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, വൈദ്യുതി ബോർഡ് മുൻ ചെയർമാൻ കുൽമാൻഗി സിംഗ് എന്നിവരുടെ പേരുകളാണ് ജൻസി മുന്നോട്ട് വയ്ക്കുന്നത്. സൈന്യവുമായി ചർച്ചയ്ക്ക് സുശീല കർക്കി നേതൃത്വം നൽകുമെന്നാണ് സൂചന. സെപ്റ്റംബർ 4-നാണ് 23 സമൂഹമാധ്യമ സൈറ്റുകൾ നേപ്പാൾ സർക്കാർ നിരോധിച്ചതും പ്രക്ഷോഭത്തെ തുടർന്ന് ഉത്തരവ് ദിവസങ്ങൾക്കുള്ളിൽ പിൻവലിച്ചതും. അതേസമയം നേപ്പാളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിലെ ഇന്ത്യക്കാർക്കായി ഹെൽപ്പ് ലൈനും ആരംഭിച്ചിട്ടുണ്ട്. സംഘർഷം തീരുന്നതുവരെ നേപ്പാളിലേക്ക് ഇന്ത്യൻ പൗരന്മാർ യാത്ര ചെയ്യരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആത്മഹത്യാ കേസുകളുടെ എണ്ണം കൂടുകയാണ്. നമ്മൾ ദിവസവും കേൾക്കുകയാണ് നിരവധി ആത്മഹത്യാ കേസുകൾ. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. കേരള ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആത്മഹത്യകൾ കൂടുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം പുരുഷ ആത്മഹത്യകളുടെ നിരക്ക് സംസ്ഥാനത്ത് 82%. എന്തുകൊണ്ടാണ് പുരുഷ ആത്മഹത്യാ നിരക്ക് ക്രമാതീതമായി കൂടുന്നത്? കോഴിക്കോട് നിന്നും MM രാകേഷ് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ ആത്മഹത്യകൾ കൂടുന്നു എന്നാണ് കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2014-ൽ 8446 ആത്മഹത്യകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2024-ൽ എത്തിയപ്പോൾ 10,865. അതായത് 26.8% വർധനവാണ് ആത്മഹത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആത്മഹത്യകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ 2024-ലേത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. 48% വരും ഇത്. പിന്നീട് കൊല്ലവും ഇടുക്കിയുമാണ് ആത്മഹത്യാ നിരക്ക് കൂടുതലായി കാണിച്ചിട്ടുള്ളത്. മലപ്പുറമാണ് ഏറ്റവും കുറവ്. അതോടൊപ്പം തന്നെ 53% ആളുകളും മരിച്ചിട്ടുള്ളത് 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ്. ആത്മഹത്യയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ കൗതുകകരമായ കാര്യങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്തവരിൽ 82% പുരുഷന്മാരാണ്. എന്താണ് പുരുഷന്മാർക്ക് സംഭവിക്കുന്നത്? ഒപ്പം തന്നെ 76% വിവാഹിതരായവരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. വിവാഹിതരായവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ആത്മഹത്യക്ക് പിന്നിലും പ്രത്യേകം കാരണങ്ങളുണ്ടാകും. നമുക്കൊരു ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലെ കാര്യമെടുക്കാം. ഏറ്റവും കൂടുതൽ കുടുംബ ആത്മഹത്യകൾ നടന്നിട്ടുള്ളത് പാലക്കാടാണ്. എന്തായിരിക്കും ഇതിന് കാരണം? സാമൂഹ്യ സാമ്പത്തിക സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഇവയെല്ലാം തന്നെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ കണ്ടു. ഈ ആത്മഹത്യയുടെ കണക്കുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഡോക്ടർ PN സുരേഷ് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ദീർഘകാലമായി ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ആൾ കൂടെയാണ്. ആദ്യ ചോദ്യം എന്ന് പറയുന്നത്, വളരെ കൗതുകമുള്ളൊരു കണക്ക് 82% പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രമാത്രം എന്നുള്ളതാണ്? ലോകത്തിൽ എല്ലായിടത്തും നോക്കുകയാണെങ്കിലും പുരുഷന്മാരാണ് ആത്മഹത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതായത് 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ 1 സ്ത്രീ മാത്രമേ ആത്മഹത്യ ചെയ്യുള്ളൂ. അതിൻ്റെ കാരണം പുരുഷന്മാർക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും വിജയകരമായിട്ടുള്ള മാർഗം അവർ അവലംബിക്കും. നേരെ മറിച്ച് സ്ത്രീകളാണെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങൾക്കുള്ള ലഭ്യത സ്ത്രീകൾക്ക് കുറവാണ്. പിന്നെ സ്ത്രീകൾ പലപ്പോഴും ഈ ആത്മഹത്യാ ശ്രമങ്ങളാണ് നടത്താറുള്ളത്. അവർക്ക് ആത്മഹത്യാ ശ്രമം എന്ന് പറഞ്ഞാൽ സഹായത്തിനുള്ളൊരു മുറവിളിയാണ്. പക്ഷേ പുരുഷന്മാർ അവർക്കൊരു ആത്മഹത്യാ ചിന്ത വന്നാൽ പൊതുവെ ആരോടറിയാൻ സംസാരിക്കില്ല. അവർ ആ ഒരു ചിന്ത വന്നാൽ അതിനെ എങ്ങനെ വളരെ വിജയപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിന് വേണ്ട മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. പലപ്പോഴും ആത്മഹത്യയുടെ കാര്യത്തിൽ പുരുഷന്മാരാണ് മുൻപന്തിയിൽ. ആത്മഹത്യാ ശ്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ.